കർണാടകയിലെ ധർമ്മസ്ഥലയിലേക്കാണ്. നമുക്കറിയാം, ധർമ്മസ്ഥല കുറച്ച് അധിക നാളുകളായി വാർത്തകളിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നതും അത് ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ്. ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിൽ നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ 10 വർഷം മുമ്പ് താൻ കുഴിച്ചു മൂടിയെന്നാണ് ആ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പെൺകുട്ടികളെ കാണാതായ അമ്മമാരിൽ നിന്നൊക്കെ വരുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മറവ് ചെയ്ത ആരോപണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വരുന്നത്. STM കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന പത്മലതയെ കൊലപ്പെടുത്തിയത് മഞ്ജുനാഥ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോടെയെന്ന് സഹോദരി ഇന്ദിര മീഡിയ വണ്ണിനോട് പ്രതികരിച്ചു. കമ്മ്യൂണിസ്റ്റുകാരനായ പിതാവിനോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും ഇന്ദിര പറഞ്ഞു. ನಮ್ಮ ಇದರಲ್ಲಿ ಇದ್ದದವ್ರೆ ಅವರೇ ಕೊಲೆ ಮಾಡಿದ್ದು ನಮ್ಮ ಮಗಳನ್ನು. ഈ ചിത്രത്തിൽ കാണുന്നതാണ് പത്മലത. 1986 പത്മലതയെ കാണാതാവുന്നത്. കാണാതാവുമ്പോൾ ധർമ്മസ്ഥലയിലെ STM കോളേജിൽ 2ാം വർഷ PU വിദ്യാർത്ഥിനിയായിരുന്നു. ഒരു ദിവസം കോളേജിലേക്ക് പോയ പത്മലത പിന്നീട് തിരിച്ചെത്തിയില്ല. പോലീസിലടക്കം പരാതി നൽകിയെങ്കിലും ഒരു ഗുണവും ഉണ്ടായില്ല. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം പത്മലതയുടെ നഗ്നമായ മൃതശരീരം കണ്ടുകെട്ടുകയാണ് ഉണ്ടായത്. ആ സംഭവത്തിന്റെ നടുക്കത്തിൽ നിന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷവും അവരുടെ കുടുംബം ഇപ്പോഴും മോചിതമായിട്ടില്ല. പത്മലതയുടെ സഹോദരി നമ്മളോട് സംസാരിക്കാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താ സംഭവിച്ചത്? 1986 ഡിസംബർ 22 അവിടെ ഉജിര SDM കോളേജിലാണ് അവൾ പഠിച്ചുകൊണ്ടിരുന്നത്. അനിയത്തി കോളേജ് ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. 3 ദിവസത്തെ പരിപാടിയായിരുന്നു. ഫസ്റ്റ് ഡേ അവൾ രാവിലെ കോളേജിൽ പോയി, വൈകുന്നേരം വന്നിട്ട് പിന്നത്തെ ദിവസങ്ങളിൽ പോകാനുള്ളതായിരുന്നു. അന്ന് പോയിട്ട് സാധാരണയിൽ വരുന്ന സമയമായപ്പം അവളെ കണ്ടില്ല. അന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വണ്ടി സൗകര്യവും മൊബൈലും ഇതൊന്നുമില്ല. ആ സമയത്ത് അവൾ വരേണ്ട സമയമായിട്ടും വരാഞ്ഞപ്പം അച്ഛൻ അന്വേഷിച്ച് പോയി. ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ പിള്ളേരൊന്നുമില്ല, പിള്ളേരെല്ലാം പോയി കഴിഞ്ഞെന്ന് പറഞ്ഞു. അന്നേരം ബസ്സുകാരോട് ചോദിച്ചപ്പം പാസ്സുണ്ട്, ബസ് പാസ് ഉണ്ടായിരുന്നു. കണ്ടക്ടർ നോക്കിയിട്ട് പറഞ്ഞു അവൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മെമ്പറായിരുന്നു. അച്ഛൻ പാർട്ടിക്കാരെയും ആൾക്കാരെയും എല്ലാം വിളിച്ച് അന്വേഷിച്ചു. ഇവിടെ ഒരു അറിവുമില്ല. അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ പിന്നെ ഇറങ്ങി പാർട്ടിക്കാരും കൂടി വന്നിറങ്ങി പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാമായി. അന്നേരം ഞങ്ങളുടെ അപ്പച്ചിയുടെ ഭർത്താവ് മാമൻ ഇവിടെ തന്നെയായിരുന്നു താമസം. മാമൻ അതേ ബസ്സിൽ വന്നിറങ്ങിയ ആൾ മാമൻ അന്നേരം പിറ്റേ ദിവസം പറഞ്ഞു ഞാനും ആ ബസ്സിലുണ്ടായിരുന്നു, അവൾ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയത് ഞാൻ കണ്ടത്. ഞാൻ പിന്നെ അങ്ങോട്ട് പോയി അവൾ ജീപ്പിനാണ് വരുന്ന ഓർത്ത് ഞാൻ നോക്കിയില്ലാന്ന് പറഞ്ഞു. അച്ഛൻ്റെ കൂടത്തി പാർട്ടിക്കാരെല്ലാം ഇറങ്ങി അന്വേഷണമായി. പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ ചെന്നപ്പോൾ പോലീസ് കംപ്ലയിൻറ്റ് എടുക്കാൻ തയ്യാറല്ല. അത് അവൾ ആരുടെയും കൊടുത്ത് ഓടിപ്പോയി കാണുമെന്ന് പറഞ്ഞു. അവിടുന്ന് കോളേജിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് ഒരു പിടിയില്ല. അപ്പോൾ അവിടുന്ന് പ്രിൻസിപ്പാൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. നിങ്ങളും അന്വേഷിക്കും, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങളും അന്വേഷിക്കാമെന്ന് പറഞ്ഞു. പോലീസ് അന്വേഷിക്കുന്നു പറഞ്ഞല്ലാതെ യാതൊരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പം അറിയുന്നു ഉജിര കോളേജിലെ പ്രിൻസിപ്പൾ, ഇവൾ പഠിച്ച അതേ കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ കാറിൽ ഈ ധർമ്മസ്ഥല ഹെഗ്ഡയുടെ അനിയൻ ഹർഷേന്ദ്രനുണ്ടായിരുന്നു. ആ കാറിൽ ഞങ്ങളുടെ അപ്പച്ചിയാണ് ഇവളെ കയറ്റിവിട്ടതെന്ന് പറയുന്നു. പിന്നെയാണ് അറിയുന്നത്, അന്നൊന്നും അറിയുന്നില്ല, ദിവസങ്ങൾ കഴിഞ്ഞ് അറിയുന്നത്. ഞങ്ങളുടെ അപ്പച്ചി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സ്വന്തം പെങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പുറത്താരും വിളിച്ചാൽ പിള്ളേർ പോവുകയല്ല. പരിചയമുള്ള ഒരാൾ പ്രിൻസിപ്പൾ വിളിക്കുമെന്ന് പറയുമ്പോൾ ഏത് പിള്ളേരും തന്നെ ചെല്ലും. അങ്ങനെ പ്രിൻസിപ്പളിൻ്റെ കാറെ കയറ്റിക്കൊണ്ടുപോയെന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് 86 87 ഫെബ്രുവരി 17 അവളുടെ ബോഡി അസ്ഥിപഞ്ജരമായിട്ട് കിട്ടുമായിരുന്നു. കയ്യെ കിട്ടിയിരുന്ന വാച്ചുണ്ടായിരുന്നു, പിന്നെ വസ്ത്രങ്ങളുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. മാത്രം ബോഡി എല്ല് മാത്രമേ ഉള്ളായിരുന്നു. തലയോട്ടി, തലമുടിയും വായു പല്ലും ഇതൊന്നുമില്ല. വെറും തലയോട്ടി മാത്രം എല്ലും കഷ്ണങ്ങളായിട്ട് വീട്ടിലെ പുഴയെന്ന് കിട്ടുമായിരുന്നു. ഈ നിങ്ങളുടെ പിതാവ് ദേവാനന്ദ്, അദ്ദേഹം കോട്ടയത്തു നിന്ന് കുടിയേറി വന്നതാണ് ഇവിടേക്ക് അല്ലേ? എന്തായിരുന്നു ഇവിടെ വന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ചില ആളുകളുമായി അദ്ദേഹം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അതിനെ ചൊല്ലി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതൊക്കെയാണോ ഈ മരണത്തിന് കാരണമാവുന്നത്? അതുമായിരിക്കും. അത് മാത്രമല്ല, ഒരു 17 വീട്ടുകാരെ കുടിയിറക്കാൻ ഈ ഹെഗ്ഡെ കുടുംബം തയ്യാറായി. അതിനെ അച്ഛനും പാർട്ടിക്കാരും കൂടെ പോയി തടയുന്നു. അങ്ങനെയൊക്കെ ഒരിതുണ്ടായിരുന്നു, നിഷ്ഠൂരമുണ്ടായിരുന്നു അച്ഛനുമായിട്ട്. പിന്നെ ധർമ്മസ്ഥലത്തെന്ന് പറഞ്ഞാൽ വോട്ട് നടന്നിട്ടേ ഇല്ല പഞ്ചായത്തിൽ. അച്ഛൻ പഞ്ചായത്ത് വോട്ടിന് അച്ഛനെ പാർട്ടിക്കാർ നിർത്തിയതാണ്, എന്നാലും അച്ഛൻ വോട്ടിന് നിന്നു. പിന്നെ വോട്ടിന് നിന്നിടത്തുനിന്ന് നോമിനേഷൻ പിൻവലിക്കുവാണെങ്കിൽ
മോളുടെ കാര്യത്തിലൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുമോ പിന്നെ കാശ് കൊടുക്കാമെന്ന് എന്തൊക്കെ അച്ഛനോട് പറഞ്ഞായിരുന്നു. അച്ഛൻ അതിനൊന്നും വഴങ്ങിയില്ല. അങ്ങനെയാണ് പിന്നെയും അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് മാത്രം ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം വരും, ഇങ്ങനെ കൊല്ലും, നമുക്കത് ഊഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ആരാണ് ഇതിന്റെ പിന്നിലെന്നാണ് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്ന ധർമ്മസ്ഥലം വീരേന്ദ്ര ഹെഗ്ഡെയും അയാളുടെ അനിയനും പാർട്ടിയാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരെ കാറിൽ കൊണ്ടുപോയത് കണ്ടവരുണ്ട്. ഈ ധർമ്മസ്ഥലത്ത് ഞങ്ങൾ വിളിക്കുന്ന മമ്മി എന്നാ, മാമി എന്നെങ്കണ്ട അവരുടെ പേര്. അവർ ധർമ്മസ്ഥലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മിഡ് വൈഫായിരുന്നു. ആ സ്ത്രീ ഞങ്ങളുടെ അപ്പച്ചിയുടെ കൂട്ടുകാരിയാണ്. അവരൊക്കെ കണ്ടെന്നാണ്. അവർ പിന്നെ കുറേ വർഷങ്ങളുടെ ശേഷം ഇപ്പോൾ ഒരു സൗജന്യ കേസിലെ ഒരു മനുഷ്യൻ വന്ന് സാക്ഷി പറയുന്നില്ലേ, അതുപോലെ കുറ്റബോധം കൊണ്ട് അച്ഛനോട് പറഞ്ഞാന്ന് അവർ പറഞ്ഞു. എനിക്കിനി ഇത് മറച്ചു വയ്ക്കാനാകത്തില്ല. അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു അവരുടെ ഭർത്താവ്. അവരച്ഛനോട് പറഞ്ഞു ഞങ്ങൾക്കറിയാമായിരുന്നു, മാത്രം പറഞ്ഞാൽ അവർ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പറയാഞ്ഞതാ. എനിക്കിപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനത്തോടെ മരിക്കാൻ ഒക്കെയില്ല. അങ്ങനെ അച്ഛനോട് പറഞ്ഞെന്ന് പറഞ്ഞു. പോലീസിൽ നിന്നും ഒരു നീതിയും കിട്ടിയില്ല അല്ലേ? പോലീസിൽ നിന്ന് ഒരു നീതിയും കിട്ടിയില്ല. വർഷങ്ങളോളം കേസ് നടന്നു. കേസ് CBIക്ക് കൊടുക്കുമോ, CBIക്കോ CIDക്കോ എന്തിനോ കൊടുത്തു. കേസ് തെളിയും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കൊടുക്കാൻ കേസ് തെളിയിക്കാൻ പറ്റാത്ത കേസെന്ന് എഴുതിയിട്ടുള്ളതായിരുന്നു അവർ. എന്തായാലും പുതിയ സംഭവ വികാസങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇവർ ശിക്ഷിക്കപ്പെടുമെന്ന് ഇപ്പോഴെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? സംശയം എന്ന് പറഞ്ഞാൽ അവരെ തൊടാൻ ആരെക്കൊണ്ട് സാധിക്കില്ല. അവർക്ക് കേന്ദ്രം വരെ പിടിയുണ്ട്. കേന്ദ്ര സർക്കാർ ഇടപെട്ടാൽ മാത്രമേ അവരെ പിടിക്കാൻ സാധിക്കുകയുള്ളൂ. രാജ്യ സർക്കാരിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പതിറ്റാണ്ടുകൾക്കിടെ ധർമ്മസ്ഥലയിലുണ്ടായ കൊലപാതകങ്ങളിൽ ഒന്നും മാത്രമാണ് പത്മലതയുടേത്. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഈ ധർമ്മസ്ഥലയിലുണ്ട്. അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ക്യാമറമാൻ ഷബീറിനൊപ്പം സുനിൽ ഐസക്.